മുടി കൊഴിച്ചിലിനുള്ള പ്രധാന കാരണങ്ങൾ. എന്തൊക്കെ മാറി മാറി പരീക്ഷിച്ചിട്ടും മുടി കൊഴിച്ചിൽ മാറുന്നില്ല. ഇനിയിപ്പോ എന്തു ചെയ്യും? മുടി തിരിച്ചു വളരാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? എല്ലാവരും ഉത്തരം തേടുന്ന സ്ഥിരം ചോദ്യങ്ങളാണിത്. ഇതൊക്കെ നന്നായി മനസ്സിലാക്കിയ മരുന്ന് കമ്പനികൾ അവസരം മുതലെടുത്ത് പല പേരിൽ പല മരുന്നുകളും പരീക്ഷിക്കുന്നു. എന്നാൽ കഷണ്ടി മാറ്റാൻ കാശ് ചിലവാക്കി ഇറങ്ങിയ ഒട്ടുമിക്ക പേരും ഉള്ള മുടി കൂടി പോകുന്നത് കണ്ട് മരുന്ന് പരീക്ഷണം പെട്ടെന്ന് നിർത്താറാണ് പതിവ്. എന്നാൽ പണച്ചിലവില്ലാതെ നഷ്ടമായ മുടിയഴക് തിരികെ പിടിക്കാനുള്ള പ്രധാന പരിഹാര മാർഗം മുടി കൊഴിയാനുള്ള കാരണം കണ്ടുപിടിക്കുന്നതാണ്. മുടി കൊഴിച്ചിലിനുള്ള പ്രധാന കാരണങ്ങളെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. സാധാരണയായി ഓരോ വ്യക്തിയിലും പ്രതിദിനം ഏതാനും ശതമാനം രോമം നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില കാരണങ്ങളാൽ ധാരാളം മുടി കൊഴിഞ്ഞു പോകാറുണ്ട്. നീണ്ടു നിൽക്കുന്ന പനി, മാനസിക രോഗങ്ങൾക്ക് വിധേയനാകുക, ശക്തിയേറിയ മരുന്നുകളുടെ ഉപയോഗം ഇവ കാരണം മുടി കൊഴിച്ചിലുണ്ടാകാം. ഇതുകൂടാതെയും മറ്റ് ധാരാളം കാരണങ്ങൾ കൊണ്ട് മുടി കൊഴിയാം. ചിലർക്ക് ഇത് പാരമ്പര്യമാകാം, ചിലപ്പോൾ കാലാവസ്ഥ വ്യതിയാനമാകാം, വെള്ളം മാറി ഉപയോഗിക്കുന്നത് മൂലമാകാം, താരൻ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാകാം. കാരണം എന്തുമാകട്ടെ, മുടികൊഴിച്ചിലുണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം ചെറുതല്ല. മുടികൊഴിച്ചിൽ എന്നും എല്ലാവർക്കും ഒരു തലവേദനയാണ്. നമ്മൾ ദിനംപ്രതി ചെയ്യുന്ന ചില കാര്യങ്ങൾ മുടികൊഴിച്ചിലിന് കാരണമാകുന്നു. പലപ്പോഴും മുടികൊഴിച്ചിൽ തുടങ്ങുന്നത് നാം അറിയാറില്ല. കുളിമുറിയിലും തലയിണയിലും ചീർപ്പിലും ഒക്കെ മുടി പറ്റിയിരിക്കുന്നത് കാണുമ്പോഴാണ് ഈ കാര്യം ശ്രദ്ധയിൽ വരിക. മുടികൊഴിച്ചിലിന്റെ പ്രധാന കാരണങ്ങളെ കണ്ടെത്താം. താരൻ. മുടികൊഴിച്ചിലിനുള്ള പ്രധാന കാരണം താരനാണ്. ശിരോചർമ്മത്തിന്റെ വൃത്തിയില്ലായ്മ മൂലമാണ് പലപ്പോഴും താരൻ ഉണ്ടാകുന്നത്. ചർമ്മം സ്വാഭാവികമായും ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ അളവ് കൂടിയാലും കുറഞ്ഞാലും താരനുണ്ടാകും. ദിവസവും ഷാമ്പു ഉപയോഗിക്കുന്നതും തലയിൽ എണ്ണ തേച്ച് കഴുകി കളയാതിരിക്കുന്നതും താരന് കാരണമാകാം. ഇവ രണ്ടും ചർമ്മത്തിലെ എണ്ണമയത്തിന്റെ സന്തുലിതാവസ്ഥ തെറ്റിക്കുന്നു. മുടികൊഴിച്ചിൽ തടയാൻ പ്രധാനമായും ചെയ്യേണ്ടത് ശിരോചർമ്മം വൃത്തിയായി നിലനിർത്തി താരനെ അകറ്റുക എന്നതാണ്. പോഷകാംശത്തിന്റെ കുറവ്. മറ്റൊരു പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷകാംശത്തിന്റെ കുറവാണ്. എത്ര കഴിക്കുന്നു എന്നതിനേക്കാൾ എന്ത് കഴിക്കുന്നു എന്നതിൽ ശ്രദ്ധ കൊടുക്കണം. മുടിക്ക് ആവശ്യമായ പ്രധാന പോഷകം പ്രോട്ടീനാണ്. മുട്ടയുടെ വെള്ള, പയർവർഗ്ഗങ്ങൾ, സോയ തുടങ്ങിയവ മുടിക്ക് ഗുണം ചെയ്യും. ഓറഞ്ച്, ആപ്പിൾ, മുന്തിരി, വാഴപ്പഴം പോലുള്ള പഴങ്ങളും വാൾനട്ട് പോലുള്ള നട്ട്സും ഒക്കെ മുടിക്ക് കരുത്തേകുന്ന ആഹാര വസ്തുക്കളാണ്. ഭക്ഷണത്തിലെ അമിതമായ ഉപ്പ്, എരിവ്, പുളി എന്നിവ ക്രമീകരിക്കുന്നതും ഗുണം ചെയ്യും. വെള്ളം ധാരാളം കുടിക്കുക. വെള്ളം കുടിക്കാത്തത് മുടികൊഴിച്ചിലിന്റെ കാരണമാണ്. കെരാറ്റിൻ എന്നറിയപ്പെടുന്ന പ്രോട്ടീൻ കൊണ്ടാണ് മുടി ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രോട്ടീൻ നിറഞ്ഞ ആഹാരം കഴിക്കുന്നത് കുറഞ്ഞാൽ ശരീരത്തിലെ പ്രോട്ടീന്റെ അളവ് കുറയുകയും മുടി പൊട്ടുകയും ചെയ്യും. മുടി ദുർബലമാകുന്നതോടെ കൊഴിഞ്ഞു പോകും. ഹോർമോൺ വ്യതിയാനങ്ങൾ. മുടികൊഴിച്ചിലിന്റെ മറ്റൊരു കാരണമാണ് ഹോർമോൺ വ്യതിയാനം. തൈറോയ്ഡ് ഹോർമോൺ, സ്ത്രീ ഹോർമോണുകൾ എന്നിവയുടെ ഏറ്റക്കുറച്ചിലുകൾ മുടിയുടെ വളർച്ചയെ ബാധിക്കും. മാനസിക സമ്മർദ്ദവും പിരിമുറുക്കവും അതുമൂലമുണ്ടാകുന്ന ഉറക്കക്കുറവും മുടികൊഴിച്ചിലിന്റെ കാരണങ്ങളാണ്. ഹോർമോൺ വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന സന്ദർഭത്തിൽ പുരുഷ ഹോർമോൺ അഥവാ ആൻഡ്രോജൻ അധികമായി ഉൽപ്പാദിപ്പിക്കുകയും ഇവ ദ്രവരൂപത്തിലുള്ള സിസ്റ്റ് എന്നറിയപ്പെടുന്ന നീർസഞ്ചികൾ ഗർഭാശയത്തിൽ ഉണ്ടാക്കുകയും ചെയ്യും. ശരീരത്തിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥയാണ് ഇതിന് കാരണം. ഇത് മുടി വളർച്ചയെ ദോഷകരമായി ബാധിക്കും. ശരീരത്തിൽ അമിതമായി രോമം വളരുകയും തലയിലെ മുടി കൊഴിയുന്നത് കൂടുകയും ചെയ്യും. പ്രസവത്തെ തുടർന്ന് പല സ്ത്രീകളുടെയും മുടി കൊഴിയാറുണ്ട്. ഗർഭകാലത്ത് ഈസ്ട്രോജൻ ഹോർമോണിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അതിനാൽ തല നിറയെ മുടി കാണും. പക്ഷേ കുഞ്ഞു ജനിക്കുന്നതോടെ ഹോർമോണിന്റെ അളവ് സാധാരണ നിലയിലേക്ക് മടങ്ങുമ്പോൾ മുടി കൊഴിയും. നനഞ്ഞ മുടി ചീകുന്നത്. കുളിച്ചു കഴിഞ്ഞ ഉടനെ നനഞ്ഞ മുടി ചീകുന്നത് ഒഴിവാക്കുക. ആ സമയത്ത് ശിരോചർമ്മം വളരെ മൃദുവായിരിക്കും. അപ്പോൾ മുടി ചീകുന്നത് മുടിയുടെ ഇലാസ്തികത നഷ്ടപ്പെടാനും മുടി ഊരി വരാനും കാരണമാകും. മാസത്തിൽ 1-2 തവണ തല മസാജ് ചെയ്യുന്നത് ചർമ്മത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇടയ്ക്കിടെ മുടിയിലൂടെ കൈ ഓടിക്കുന്ന ശീലമുള്ളവർ അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണ് മുടികൊഴിച്ചിൽ തടയാനുള്ള മറ്റൊരു മാർഗം. മുറുക്കി പിന്നൽ, മോഷൻ ചീർപ്പ്, മുടി പിരിക്കൽ എന്നിവയും മുടികൊഴിച്ചിലിന് കാരണമാകും. ചൂടുവെള്ളത്തിൽ മുടി കഴുകുന്നത്. വെള്ളം ചൂടാക്കി കുളിക്കുക എന്നത് പതിവായ കാര്യമാണ്. എന്നാൽ ആ ചൂടുവെള്ളം കൊണ്ട് മുടി കഴുകിയാൽ പണി കിട്ടും. ചൂടുവെള്ളം തലയോട്ടിയിൽ നിർജ്ജലീകരണത്തിന് കാരണമാകുകയും മുടി കൊഴിയുകയും ചെയ്യും. എണ്ണ ഉപയോഗിക്കാത്തത്. പ്രകൃതിദത്തമായ എണ്ണ ഉപയോഗിക്കാത്തത് മുടി കൊഴിയാനുള്ള കാരണമാകും. വെളിച്ചെണ്ണ പോലെ ഏതെങ്കിലും പ്രകൃതിജന്യ എണ്ണ മുടിയിൽ തേക്കുന്നത് നല്ലതാണ്. ഒരു എണ്ണയും തേക്കാതിരിക്കുന്നത് മുടി വളരാനും കാലക്രമേണ കൊഴിയാനും കാരണമാകും. ആഴ്ചയിൽ 2 തവണയെങ്കിലും എണ്ണ തേച്ച് കുളിക്കണം. ഇതുവഴി തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിക്കുകയും മുടിയിഴകൾക്ക് കൂടുതൽ കരുത്തേകുകയും ചെയ്യും.
ഉച്ചഭക്ഷണം കഴിക്കാതിരിക്കുന്നത്. ഉച്ചഭക്ഷണം സ്ഥിരമായി കഴിക്കാതിരിക്കുന്നത് മുടികൊഴിച്ചിലിന് കാരണമാകുന്നുവെന്ന് അധികം ആർക്കും അറിയില്ല. മുടിയുടെ ശരിയായ ആരോഗ്യത്തിന് പ്രോട്ടീൻ അത്യാവശ്യമാണ്. ഇത് ഉച്ചഭക്ഷണത്തിനൊപ്പമുള്ള മത്സ്യം, ബീൻസ്, മുട്ട എന്നിവയിലൂടെയാണ് ലഭിക്കുന്നത്. പ്രോട്ടീന്റെ കുറവ് മുടി വളർച്ചയെ കുറയ്ക്കുന്നു. മുടികൊഴിച്ചിലിന് ഇത് കാരണമാകും. ഹെയർ സ്റ്റൈലിംഗ്. മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ നമ്മുടെ ചില പ്രവൃത്തികളും മുടികൊഴിച്ചിലിന്റെ തോത് കൂട്ടും. ഹെയർ സ്ട്രെയിറ്റനിങ്, ആർട്ടിഫിഷ്യൽ കളറിംഗ്, പേർമിംഗ് എന്നിങ്ങനെ മുടിയുടെ തനതായ രൂപത്തെയും സ്വഭാവത്തെയും അമിതമായ ചൂടും രാസവസ്തുക്കളും ഉപയോഗിച്ച് മാറ്റിയെടുക്കുന്നത് അതിന്റെ ആയുസ് കുറയ്ക്കും. കൊഴിയുന്നുണ്ടോ എന്ന് നോക്കാൻ മുടിയിൽ മെല്ലെ വലിച്ചു നോക്കുന്നതും അത് പിഴുതെടുക്കുന്നതിന് തുല്യമാണ്. മുടി ചുരുട്ടുന്നതിനും ബലം നൽകുന്നതിനുമായുള്ള ഉപകരണങ്ങൾ, ജെൽ, സ്പ്രേ, കളേഴ്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ മുടിയിഴകളെ നശിപ്പിക്കും. കൂടാതെ ഇവിടെ ദീർഘകാല ഉപയോഗം മുടിയുടെ വളർച്ചയും കുറയ്ക്കും. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ തെറ്റായ ഉപയോഗം. വീര്യം കൂടിയ രാസവസ്തുക്കൾ അടങ്ങിയ ഷാംപൂവും മറ്റ് കേശ സംരക്ഷണ ഉൽപ്പന്നങ്ങളും കഴിവതും കുറച്ചു മാത്രം ഉപയോഗിക്കുക. തല കഴുകാൻ താരതമ്യേന വീര്യം കുറഞ്ഞ ഷാംപൂ അല്ലെങ്കിൽ കടലമാവ്, ചെറുപയർ പൊടി, താളി എന്നിവ ഉപയോഗിക്കാം. ജെൽസ്, ഹെയർ സ്പ്രേ തുടങ്ങിയ ഹെയർ സ്റ്റൈലിംഗ് ഉൽപ്പന്നങ്ങളുടെ അമിതോപയോഗം മുടികൊഴിച്ചിലിനുള്ള കാരണമായേക്കാം. ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിനു ശേഷം മുടി ചീകുമ്പോൾ അത് കൊഴിയാനുള്ള സാധ്യത കൂടും. രക്തക്കുറവ്. ആഹാരത്തിലൂടെയുള്ള ഇരുമ്പിന്റെ അംശം കുറയുന്നതിന്റെ ഫലമാണ് വിളർച്ച അഥവാ രക്തക്കുറവ്. അമിത രക്തസ്രാവം മൂലവും ശരീരത്തിലെ ഫോളിക് ആസിഡിന്റെ അപര്യാപ്തതയും സ്ത്രീകളിലെ വിളർച്ചയ്ക്ക് കാരണമാകാറുണ്ട്. ഇതുമൂലം ഹീമോഗ്ലോബിന്റെ ഉൽപാദനം കുറയുകയും അവയവങ്ങളിലേക്ക് ഓക്സിജൻ എത്തുന്നതിന്റെ അളവ് കുറയുകയും ചെയ്യും. അങ്ങനെ മുടിയിഴകളിലേക്ക് ഓക്സിജൻ എത്തില്ല. അതോടെ മുടിയിഴകൾ ദുർബലമാവുകയും പൊട്ടിപ്പോവുകയും ചെയ്യും. ഇതുകൂടാതെ രോഗപ്രതിരോധ ശേഷി രോഗങ്ങൾ മൂലം നമ്മുടെ ശരീരം കോശങ്ങൾക്ക് എതിരായി ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കും. ഇവ മുടിയെയും ശരീരത്തിന്റെ മറ്റ് അവയവങ്ങളെയും ബാധിക്കും. ഇത് മുടികൊഴിച്ചിലിന് കാരണമാകും. പ്രമേഹം, സോറിയാസിസ് പോലുള്ള വിട്ടുമാറാത്ത രോഗങ്ങളും മുടികൊഴിച്ചിലിന് കാരണമാകാറുണ്ട്. പ്രമേഹം ശരീരത്തിലെ രക്തചംക്രമണ സംവിധാനത്തെ പ്രതികൂലമായി ബാധിക്കും. അതിനാൽ ശരീരത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിലും താഴ്ന്ന ഭാഗങ്ങളിലും ഓക്സിജനും പോഷകങ്ങളും കുറഞ്ഞ അളവിലേ എത്തും. മുടിയുടെ സ്വാഭാവിക ആരോഗ്യം നിലനിർത്താൻ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതിയാകും. നാം നട്ടുവളർത്തുന്ന ഒരു ചെടിയെ പരിപാലിക്കുന്നത് പോലെ നമ്മുടെ മുടിയെ കരുതിയാൽ തന്നെ മുടികൊഴിച്ചിലിനെ ഒരു പരിധിവരെ തടയാം.